2022 ഡിസംബർ 31 ദിവംഗതനായ ബെനഡിക്ട് 16 പാപ്പയുടെ ജീവിതം അദ്ദേഹത്തിന്റെ മരണശേഷം ഏറെ ചർച്ചയാവുകയാണ്. ഈ അവസരത്തിലാണ് ബെനഡിക്ട് പാപ്പ ജീവിച്ചിരുന്നപ്പോൾ ഒരു വൈദികന് പാപ്പയിൽ നിന്നും ലഭിച്ച ദൈവിക അനുഭവം സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. യുഎസിലെ ഡെൻവർ അതിരൂപതയിലെ ഫാദർ പീറ്റർ സ്ട്രിച്ചാണ് തനിക്ക് കിട്ടിയ അനുഭവത്തെക്കുറിച്ച് പറയുന്നത്. 2011 അന്ന് അദ്ദേഹത്തിന് 17 വയസ്സ് പ്രായം. ന്യൂമോണിയയാണെന്ന് ഡോക്ടർമാർ ആദ്യം കരുതിയെങ്കിലും പിന്നീടുള്ള പരിശോധനയിൽ വാരിയെല്ലിന്റെയും ശ്വാസകോശത്തിന്റെയും ഇടയിലായി ഒരു ട്യൂമർ കണ്ടെത്തുകയും ഹോഡ്ജ്കിൻ ലിംഫോമ എന്ന ക്യാൻസർ 4ാം സ്റ്റേജിലാണെന്ന് വ്യക്തമാവുകയും ചെയ്തു. ട്യൂമർ അദ്ദേഹത്തിന്റെ ഇടത് ശ്വാസകോശത്തെ പൂർണ്ണമായും നശിപ്പിച്ചു. എങ്കിലും വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് 7 കീമോതെറാപ്പിക്കും 21 ദിവസത്തെ റേഡിയേഷനും അദ്ദേഹം വിധേയനായി. കീമോതെറാപ്പിയുടെ പാർശ്വഫലമായി മുടികൊഴിയലും ക്ഷീണവും അദ്ദേഹത്തെ തളർത്തുന്നതിനിടയിൽ അന്ന് മാർപ്പാപ്പയായിരുന്ന ബെനഡിക്ട് 16 പാപ്പയെ കാണാൻ ആഗ്രഹം തോന്നുകയും 2012 ജൂണിൽ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വെച്ച് നടന്ന ഒരു പൊതു കൂടിക്കാഴ്ചയിൽ 30 സെക്കൻഡ് സമയം പാപ്പയുമായി സംസാരിക്കാൻ സ്ട്രീച്ചിന് അവസരം ലഭിക്കുകയും ചെയ്തു. കൂടിക്കാഴ്ചയിൽ പാപ്പയോട് സ്ട്രീച്ച് തനിക്ക് ക്യാൻസർ ആണെന്നും ഒരു വൈദികനാകാൻ ആഗ്രഹമുണ്ടെന്നും പാപ്പയുടെ ആശീർവാദം തരാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഉടൻ തന്നെ പാപ്പ വലത് കൈ സ്ട്രീച്ചിന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് വെക്കുകയും ആശീർവാദം നൽകുകയും ചെയ്തു. പക്ഷേ പാപ്പ കൈവച്ചപ്പോൾ സ്ട്രീച്ച് അമ്പരന്നുപോയി. കാരണം ക്യാൻസർ ആണെന്ന് സ്ട്രീച്ച് പറഞ്ഞെങ്കിലും എവിടെയാണെന്ന് സ്ട്രീച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇതൊന്നും തന്നെ അറിയാതെയാണ് പാപ്പ വലത് കൈ സ്ട്രീച്ചിന്റെ ക്യാൻസർ ബാധിച്ച നെഞ്ചിന്റെ ഇടതുഭാഗത്ത് വെച്ചത്. ആ സമയം തനിക്ക് ലഭിച്ച ആനന്ദവും ദൈവിക അനുഭവവും വാക്കുകൾക്ക് അതീതമാണെന്ന് സ്ട്രീച്ച് പറയുന്നു. പിന്നീട് അധികം താമസിക്കാതെ തന്നെ സ്ട്രീച്ച് സുഖം പ്രാപിക്കുകയും വിശുദ്ധ ജോൺ വിയാനി സെമിനാരിയിൽ പ്രവേശിക്കുകയും 2020 ഫെബ്രുവരിയിൽ ഡീക്കൻ പട്ടവും ശേഷം 2021 മെയ് 15 തിരുപ്പട്ടവും സ്വീകരിച്ച് വൈദികനായി.